നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഒരു സമയത്തില്. ഇപ്പൊ നമ്മൾ ഈ പേരിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോഴേ ഇപ്പൊ സലീം ഇക്ക എന്ന് വിളിക്കുന്നവരുണ്ട്, സലീം ഏട്ടൻ എന്ന് വിളിക്കുന്നവരുണ്ട്. ശരിക്കും ഈ പേരിന്റെ പിന്നിലുള്ള കഥ എന്താ? പേരിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. അതെ. അപ്പൊ ആ കഥ തുടങ്ങുന്നത് എനിക്കിപ്പോ 53 വയസ്സായപ്പോ, 53 കൊല്ലം മുമ്പേക്ക് പോകേണ്ടി വരും. എൻ്റെ പേര്, എനിക്കിട്ട പേര് സലീം എന്നായിരുന്നു. അപ്പൊ വീട്ടിലിട്ട പേര് സലീം എന്ന് ഇടാനുള്ള കാരണം പിൽക്കാലത്ത് ഞാൻ ചോദിച്ചപ്പോൾ അത് പറഞ്ഞതെന്ന് വെച്ചാൽ അക്കാലത്തെ ചെറുപ്പക്കാർ ഈ സഹോദരൻ അയ്യപ്പൻ്റെ ഒക്കെ വലിയ ഫാനായിരുന്നു. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ എന്ന് വെച്ചാൽ ജാതി വ്യത്യാസം പറഞ്ഞിട്ട് പന്തിബോധനമൊക്കെ നടത്തിയ ആളാണ്. അത് എല്ലാ ജാതിക്കാരും ഒരുമിച്ചിരുത്തിയിട്ട് സദ്യ നടത്തി അങ്ങനെ വലിയൊരു പ്രകമ്പനം വിപ്ലവം സൃഷ്ടിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആയിരുന്നു ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ. തൊട്ടടുത്താണ്, ഒരു പുഴക്കക്കരയാണ് ഇതിൻ്റെ ഒരു പുഴക്കക്കരയാണ് സഹോദരൻ അയ്യപ്പൻ്റെ വീട്. അപ്പോൾ അക്കാലത്തെ ചെറുപ്പക്കാർ ഈ പരിസരങ്ങളിലൊക്കെ മുസ്ലിം പേരുകൾ ഇടുമായിരുന്നു. അത് മക്കളുടെ പേര് കേട്ടാൽ ജാതി മനസ്സിലാവരുത് എന്നുള്ളതിൽ അർത്ഥത്തിലാണ് അത് ഇട്ടത്. അപ്പോൾ നൗഷാദ് എന്നുള്ളത് ജലീൽ എന്നൊക്കെ ഉള്ള സർവ്വസാധാരണമാണ്. സർവ്വസാധാരണമായിരുന്നു. അങ്ങനെ എൻ്റെ പേര് സലീം എന്നിട്ടു. സലീം എന്നിട്ട് സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞ് സലീം എന്ന് വെച്ചാൽ മുസ്ലിം കുട്ടികളുടെ പോലെ തോന്നുന്നു, അങ്ങനെ ഒരു കുമാറും കൂടി കെടുക്കിട്ട് ടീച്ചറുടെ വകയായിട്ട് ഒരു കുമാർ വെച്ച്, അങ്ങനെയാണ് സലീം കുമാർ വെച്ചത്. ഇത് ഏതാണ് എന്താണെന്നുള്ള അവസ്ഥ വരുത്തി തീർത്ത് ടീച്ചറും കൂടിയാണ്. അങ്ങനെ ഒരു കണ്ടച്ച പ്രസിദ്ധീകരണം പോലെയാണ് എൻ്റെ പേര് വന്നത്. ഒരിക്കലും ഇല്ല, ഇല്ല ഇല്ല, നല്ല പേര് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതെ, അധികം ആളുകൾക്ക് ഇല്ലാത്തൊരു പേരാണല്ലോ. അച്ഛനായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു തോട്ട്സിന്റെ ഒക്കെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ആയിരിക്കണമല്ലോ, എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. മോളെ ഇയാളുടെ പേരിട്ട് അച്ഛനും അമ്മയൊക്കെ തന്നെ ഇരിക്കുമല്ലോ. അത് അവരുടെ അവകാശമാണത്. കുട്ടിക്ക് എന്ത് പേരിടണമെന്നല്ല. പക്ഷെ എൻ്റെ മക്കൾക്ക് ഞാൻ പേരിട്ടപ്പോ അവര് ഈ സ്കൂളിൽ ചേർക്കണമെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ എൻ്റെ ഇഷ്ടത്തിനിട്ട പേരാണ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരുപാട് പേരുകൾ അവരോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, ഈ പേര് തന്നെ മതി എന്ന് പറഞ്ഞു. അതേപോലെ എന്നോട് ചോദിച്ചിട്ടില്ല, അവരിഷ്ടം പോലെ അവർ ചെയ്താണ്. അപ്പം സലികുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മതത്തിനോട് ഒരു സ്നേഹം തോന്നുന്നു അല്ലെങ്കിൽ ഫോളോ ചെയ്യണമെന്ന് തോന്നുന്നൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പേരിന്റെ അർത്ഥം കൊണ്ട് അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് തോന്നിയിട്ടൊന്നുമില്ല. വിശ്വാസി അല്ലല്ലോ. പക്ഷെ അല്ല അല്ല ഈശ്വര വിശ്വാസം എന്ന് വെച്ചാൽ അങ്ങനെ അന്ധവിശ്വാസം ഒന്നുമല്ല. ഞാൻ പണ്ട് അമ്പലത്തിലൊക്കെ പോയിരുന്നു, ഇപ്പൊ അതും പോവാറില്ല. ഇല്ല ഇല്ല ഇല്ല, അപ്പൊ പോവില്ല. കാരണം കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഏത് ഇത്തരം ആരാധനകളൊക്കെ. അതെ, ഇതൊക്കെ ഞാൻ അമ്പലത്തിൽ സ്ഥിരമായിട്ട് പോയിരുന്ന ആളാണ്. 18 വർഷം ശബരിമലക്ക് പോയിരുന്ന ആളാണ്. ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് ഒരു 5-8 കൊല്ലത്തോളമായി. അമൃതാനന്ദമയിയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ, എന്നാലും അവർ ചെയ്യുന്ന പ്രവർത്തികളോട് എന്താ ആ ഒരു ഇഷ്ടത്തിന് പറയുന്ന റീസൺസ്? അതൊരു ആൾദൈവം എന്ന രീതിയിലുള്ള ഒരു ഇഷ്ടമല്ല എനിക്ക്. അത് ഒരു സ്നേഹം, ഒരു ആരാധന ഉണ്ട്. അമൃതാനന്ദമയിലുള്ള ഒരു ആരാധന ഉണ്ട് എനിക്ക്. അതിന് കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അങ്ങനെ ഒരു അതിന് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പലതും ചെയ്യുന്നുണ്ട് അവര്. കാരണം എത്രയോ പേർക്കാണ് ഞാൻ അമൃത ഹോസ്പിറ്റലിൽ കിടന്നാണ്, എത്രയോ പേർക്കാണ് ഒരു ദിവസം അവർ ഡിസ്കൗണ്ട് കൊടുക്കുന്ന. ഈ സുനാമി തകർന്നു പോയിട്ട് സർക്കാർ വെച്ച് കൊടുത്ത കൂടുതൽ വീടുകൾ സാധാരണക്കാർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളതൊന്നും കണ്ടിരുന്ന് അടിക്കാൻ പാടില്ലല്ലോ. അതുമാത്രമല്ല, ഞാനൊരു ദിവസം എനിക്കിതിലൊന്നും വിശ്വാസം ഉണ്ടായില്ല, വെറുതെ പോയതാണ് ഞാൻ അവിടെ. വെറുതെ വന്നപ്പോൾ അപ്പോൾ ഞാൻ ഏകദേശം മരണത്തിൻ്റെ വക്കിലാണ്. എനിക്ക് അധികകാലം ഇല്ല എന്നുള്ളത് എനിക്കറിയാം. ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ നമ്മളെയൊക്കെ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പറ്റാണ്ടായി. എനിക്ക് ഒരു കാലഘട്ടത്തിൽ അഭിനയിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വന്നപ്പോൾ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. ചുമ്മാ പോയതാണ്. ഇപ്പോൾ പോയപ്പോൾ അതിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ എന്നോട് പറഞ്ഞു മന്ത്രമൊന്നും ഇല്ലായിരുന്ന മോനെ, ഹോസ്പിറ്റലിൽ പോയി അത് ഓപ്പറേഷൻ ചെയ്യണം. ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്യത്, വേറൊന്നും ഓർത്ത് ബുദ്ധിമുട്ടണ്ട മോനെ, എനിക്ക് വേണം എന്ന് പറയാൻ ആ സമയത്ത് അവർ മാത്രമേ ഉണ്ടായുള്ളൂ. ഇത് എനിക്ക് വേണം എന്ന് പറയാനായിട്ട്. എനിക്ക് എൻ്റെ അമ്മയില്ല, എൻ്റെ അച്ഛനൊക്കെ മരിച്ചുപോയി. ഉള്ള വൈഫും 2 കുട്ടികളാണ്. അവർക്ക് ഒഴിച്ച് ഈ ലോകത്താക്കും എന്നെ വേണ്ട. ആ സമയത്ത് എന്നെ വേണം എന്ന് പറയാനായിട്ട്, എനിക്ക് വേണം, ധൈര്യമായിട്ട് പോകും, പൈസ ആയിരുന്നു ചിന്തിക്കേ വേണ്ട എന്നൊരാൾ പറയാൻ ആ സമയത്ത് വേണ്ടേ.
അത് ഒരു ആരാധനയായിട്ട് മാറി. അത് എന്നിലേക്കുള്ള പിന്നെ കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അവിടെ വരുന്നവരാരെയും മതം മാറ്റാൻ ശ്രമിക്കുന്നില്ല. അവരവരുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് ചെയ്യുക. അവർ ദൈവമാണെന്ന് പറയുന്നില്ല, മാജിക്കുകൾ കാണിക്കുന്നില്ല. പ്രാർത്ഥിക്കട്ടെ, നമുക്കെന്താണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോവാം. ഇല്ലെങ്കിൽ എനിക്ക് വിശ്വാസം കൂടുതൽ ആരാധന സ്നേഹമാണ്. എന്നെ ഒരു തകർന്നു നിൽക്കുന്ന ഒരു നിമിഷത്തിൽ കൈയൊഴിച്ച ആളെ എനിക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഒരിക്കലും കാണുന്നില്ല ആളെ. അവർ പറയുന്നില്ല, ചുമ്മാ പറയുന്നതാണ്. ആൾ ദൈവം എന്ന് ഓരോരുത്തർ പറയുന്നുണ്ടോ? ഒന്നുമില്ല. ഞാൻ എൻ്റെ അനുഭവമാണ്, എന്നോട് അങ്ങനെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ആൾ ദൈവമാണെന്ന്. അപ്പോൾ എന്നോട് ഷുഗർ ഉണ്ടോയെന്ന് ചോദിച്ചു. ഷുഗറുണ്ട്. അപ്പം പുലർത്തറിന് എനിക്കുണ്ട്. അതുള്ളൂ. ഞാനും മരുന്ന് കഴിക്കുന്നുണ്ട്. അല്ലാണ്ട് അവർ വന്നിട്ട് മാജിക് കാണിച്ചിട്ടൊന്നും എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ ഇതിനോട് തന്നെ കണക്ട് ചെയ്തിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ചുറ്റിലും നോക്കുകയാണെങ്കിൽ അറിയാം, ഇപ്പൊ നരബലി അല്ലെങ്കിൽ ഇപ്പം ആരാധനകളെ സംബന്ധിച്ചുള്ള തട്ടിപ്പുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് നോക്കിക്കാണുന്നത്? ഇപ്പൊ നരബലി നടക്കുന്ന ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പണത്തിന് വേണ്ടിയാണ്, എല്ലാ പൈസക്ക് വേണ്ടി. ഓരോ ഇപ്പൊ എല്ലാവരും ഈ നരബലിനെ പോലെ തന്നെ വിശ്വാസങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വിളക്ക് കത്തിക്കുന്നത് പോലും ഇതൊക്കെ വിശ്വാസത്തിന്റെ പുറത്താണ്. വിശ്വാസത്തിന്റെ പുറത്താണല്ലോ നമ്മളൊരു നിലവിളക്ക് ഈ ഫോട്ടോന്റെ മുമ്പിൽ വെച്ച് കത്തിക്കുക, ഒരു ചന്ദനത്തിരി കത്തിക്കുക. ഇതെല്ലാം വിശ്വാസത്തിന്റെ പുറത്താണ്. അപ്പോൾ ഓരോരോ ആചാരങ്ങളാണ്. അപ്പോൾ ഈ ആളുകൾ ആചാരം മൂത്ത് ഈ ഭക്തി മൂത്ത് എന്തും ചെയ്യാവുന്ന അവസ്ഥയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് മതത്തിന്റെ പേരിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ള മതത്തിന്റെ പേരിലാണ്, ദൈവത്തിന്റെ പേരിലാണ്. ആ ദൈവമൊന്നും ഒരിക്കലും ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല, നിർത്തുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒന്ന് നിർത്ത്, ഇതൊക്കെ എനിക്ക് വേണ്ടിയാണ്, ഞാൻ ഒരാളാണെന്ന്. എല്ലാവരും ഒരു ദൈവത്തിൽ വിശ്വസിക്കണം. എല്ലാവരും ചോദിച്ചു പറയും ദൈവവിശ്വാസമൊന്നുമില്ല, പക്ഷെ എനിക്കൊരു ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ട്. അത് ഈ പവറൊന്നും പറയണ്ടേ, ഇത് ഞാനാണ് നിങ്ങൾ തല്ലിടിച്ച് നിർത്താനായിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് മതത്തിൻ്റെ പേരിൽ തന്നെയാണ്. നരബലി എന്നത് ആദ്യത്തെ സംഭവമല്ലത്. എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടു വന്നിട്ടുള്ളത്. അത് ഈ നൂറ്റാണ്ടിൽ നടക്കുന്നുള്ളത്. അത് നമ്മുടെ കേരളത്തിൽ, സാക്ഷര സമ്പന്ന കേരളത്തിലാണ് നടക്കുന്നത്. ഐശ്വര്യ സമൃദ്ധിക്ക് വേണ്ടി ശത്രു സംഹാരം, പുഷ്പാഞ്ജലി നടത്തുക, എന്തൊക്കെയാണ്. ഒരിക്കലും ഒരു സലിംകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അല്ലേ? ഇപ്പൊ അല്ല, സലിംകുമാർ എന്നല്ല, മനുഷ്യരായിട്ടും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല. ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം തുടക്കത്തിൽ നമ്മൾ ചോദിച്ചില്ല ഇപ്പൊ വിശ്വാസിയാണോ എന്നുള്ളത്. അപ്പൊ എന്തിലൊക്കെയാ വിശ്വാസങ്ങൾ ഉള്ളത്? അപ്പൊ ഇപ്പൊ ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമല്ല, ഇപ്പം ഒരു സിനിമ. ഞാൻ ഇവിടെ വീട്, ഇപ്പൊ ഈ വീടായിരുന്നു ആദ്യത്തെ 2 നില വീട്. ഇവിടെ തൊട്ടപ്പുറത്ത് അമ്പലമാണ്. അപ്പൊ വീട് പണിതപ്പോ ആളുകൾ പറഞ്ഞു കുഴപ്പമാണത്, അമ്പലത്തിന്റെ ഫ്രണ്ടിൽ 2 നില വീട് വന്നിട്ടുണ്ടെങ്കിൽ ദേവിക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ ദേവി എന്ന് വെച്ചാൽ ഇവിടുത്തെ ദേവി എന്ന് ഭദ്രകാളിയാണ്, പരമേശ്വരന്റെ മോളാ. സാക്ഷാൽ തൃക്കണ്ണൻ പരമേശ്വരന്റെ മകള് ഈ ഊച്ചാളിയായ സലികുമാർ ഒരു 2 നില വീട് കേട്ടണേ അസൂയപ്പെടാങ്കിൽ ഞാൻ വെച്ച് എന്താണ് അവരെന്താണ് അങ്ങനെ ഒരു ഗതിയില്ലാത്ത ഒരുത്തൻ കുറച്ച് കാശുണ്ടെങ്കിൽ 2 നില ഒരാഗ്രഹം 2 നില വീട് കയറ്റണേന് ഈ 3 ലോകങ്ങളും അടക്കി വാഴുന്ന, അതായത് റിലയൻസ് അംബാനിനേക്കാൾ എത്രയോ ഇരട്ടി ഇതിന്റെ ആസ്തിയുള്ള ആളാണ്. ഈ ലോകം മുഴുവൻ കാൽച്ചുവട്ടിലുള്ള പരമേശ്വരന്റെ മകള് എൻ്റെ അടുത്ത് വന്നിട്ട് അസൂയ കുത്തിയിട്ട് എന്നെ ദ്രോഹിക്കാൻ വരുമെന്ന് ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകൾ വിശ്വസിച്ചു. വീട് കയറില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റേ, അങ്ങനെയാണെങ്കിൽ അത്ര ചെറിയ മനസ്സാണ് ഈ ദേവിയുടെയെങ്കിൽ എന്നെ ശരിപ്പെടുത്തി വന്നോട്ടെ. ഇത് കഴിഞ്ഞപ്പോൾ മെല്ലെ മാറാൻ തോന്നി. പിന്നെ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നു. പിന്നെ ഞാൻ നാടക ട്രൂപ്പ് കൊടുങ്ങി, അതും 2 നില കെട്ടിടമാണ്. ഏറ്റവും കൂടുതൽ നാടകം കളിച്ച സമിതിയായിരുന്നു അത്. അവർക്ക് എവിടെ നിന്ന് സമയമൊന്നേ ദൈവങ്ങൾക്ക് സലിംകുമാർ 2 നില വീട് കയറ്റി വിടുക, അല്ല 1 നില വീട് കയറ്റുമോ എന്നൊക്കെ നോക്കാനുള്ള സമയമില്ല അവർക്ക്. അതാണ് അവർക്ക് എന്തോരം കാര്യങ്ങൾ ഇത് ചെയ്യാണ്ട്. മേഘത്തിൻ്റെ മുകളിൽ നിന്ന് പുഷ്പങ്ങൾ വർഷിക്കണം, ഓരോരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. പ്രളയം വന്നു 2018. ഈ ഫുൾ ആൾക്കാർ ഇതിൻ്റെ മുകളിൽ 50 പേരുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവം ശിക്ഷിച്ച് അവൻ്റെ വീട്ടിലാണ് എല്ലാവരും
2018 3 ദിവസം താമസിച്ചൂടെ. ഒരുപാട് പേർക്ക് അഭയമായിട്ടുള്ള ഒരു വീടാണ് നമ്മളിപ്പോ ഉള്ളത്. ആ വീട്ടിൽ തന്നെ ലാഫിംഗ് വില്ല. ഞാൻ സിനിമയിൽ നിന്ന് ചിരിപ്പിച്ചോണ്ടൊക്കെ പൈസയാണത്. അപ്പൊ അതിന്റെ പേരിലാണ് ആ ചിരിയോടുള്ള നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ലാഫിംഗ് വില്ല എന്ന് പറഞ്ഞ പേരിട്ടത്. ദൈവം സഹായിച്ചിട്ട് അങ്ങനെ ഒരു ദുഃഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മനുഷ്യനാണ്, രോഗങ്ങളൊക്കെ വരാം, അത് സർവ്വസാധാരണമാണ്. അപ്പോൾ അത് വെച്ചിട്ട് അസുഖം വന്നില്ലേ, അതിലൊന്നുമില്ല. നമുക്ക് മനസ്സമാധാനം വളരെയുള്ള വീടാണ്. അത് മാത്രമല്ല, എനിക്കൊരു സംതൃപ്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിനിമയിൽ നിന്നിട്ട് കാശ് കൊണ്ട് ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതിന് ആളുകൾ നന്നായി എന്ന് പറയുന്നത് ഈ വീട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്തൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ പൗൾട്രി ഫാം ബിസിനസ് ചെയ്തു. പൗൾട്രി ഫാം അതായത് വേലന്താവുന്ന സ്ഥലത്താണ് ഫാം. അവിടെ ആയിരക്കണക്കിന് കോഴിക്കുഞ്ഞുങ്ങൾ കൊത്തിച്ചേർക്കുന്ന ഫാമാണ്. എഗ്ഗ് വിരിച്ച് ഇറച്ചി അതിനെ വളർത്തി ഇതൊക്കെ കൊടുക്കാന്നുള്ള സംഭവത്തിൽ അവിടെ തുടങ്ങി തൊഴിലാളികളൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു ഹാച്ചിങ് എഗ്ഗിന് 9 രൂപയാണ് വില. അതേപോലെ അറ്റ് എ ടൈമിൽ 27,000 വെച്ചിട്ട് കയറും ഒരു ഇതിൽ. ഒരാഴ്ച നമുക്ക് 27 റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ 27,000 കുഞ്ഞുങ്ങളെ ഇറക്കാം. അത്രയും കുഞ്ഞുങ്ങളെ ഇറക്കാം ഒരാഴ്ചയിൽ. അങ്ങനത്തെ ഒരു ഫാം, അത്രയും കപ്പാസിറ്റി ഉള്ള ഫാമായിരുന്നു. അത് ഞാൻ വച്ച് 9 രൂപയുടെ മുട്ടകൾ വാങ്ങിച്ചു വെച്ച് അത് 18 ദിവസത്തോളം കഴിയുമ്പോൾ വിരിഞ്ഞ് കുഞ്ഞിറങ്ങണം. അന്ന് പക്ഷിപ്പനി. ഇന്ത്യ മുട്ടക്ക് പക്ഷിപ്പനി. 9 രൂപക്ക് വാങ്ങിച്ച കുഞ്ഞിന് 50 പൈസക്ക് പോലും എടുക്കാൻ ആരുമില്ല. അങ്ങനെ വൻ ലാഭമായിരുന്നു ആ ബിസിനസ്. അങ്ങനെ എടുക്കണ ഓരോ പരിപാടികൾ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളാണ് ഞാൻ ചെയ്തു തന്നത്. പക്ഷെ എല്ലാം തകർന്നുപോയി. തകർന്നുള്ളതാണ്. അപ്പോഴാണ് എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞത്, അച്ഛൻ പെട്രോളിൻ്റെ ബിസിനസ് തുടങ്ങി, അപ്പോൾ അതിൻ്റെ വില ഇടിയും. കാരണം അതുവരെ അവസ്ഥ എത്തിയായി. അപ്പൊ നന്നായി എന്ന് ആളുകൾ പറഞ്ഞത് ഈ വീട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പൗൾട്രി ഫാമിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരു കൃഷിപ്രിയനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ട്, പൊക്കാളി തക്കാളി, വീട്ടിൽ വരുന്നവർക്കൊക്കെ തക്കാളി കൊടുത്തിട്ട് വീട്ടിൽ വരാതായി ആൾക്കാർ എന്നൊക്കെ. ലാഭമുള്ളൊരു ബിസിനസ് ആണോ? അത് ഒരിക്കലും ഒരു കർഷകന് കോടീശ്വരനായ ചരിത്രം ഉണ്ടായിട്ടില്ല. ഒരു കോടീശ്വരന്മാരും കർഷകരും അല്ലെന്ന് താനും. പിന്നെ കാശൊക്കെ കിട്ടിക്കഴിയുമ്പോൾ വെറുതെ ഹോബിക്ക് വേണ്ടി കർഷകർക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. അല്ലാതെ കൃഷിപ്പണി കൊണ്ട് കോടീശ്വരനായ ആളുകളില്ല. എല്ലാം കഷ്ടിച്ച് ജീവിച്ചു പോകുന്ന ആളുകളാണ്. കാരണം അതൊരു വലിയൊരു ലാഭകരമായിട്ടൊരു പരിപാടിയല്ല. ഞാൻ പൊക്കാളി ഒരിക്കലും ലാഭകരമായിട്ടുള്ള ബിസിനസ് അല്ലായിരുന്നു. അതുപോലെ തന്നെ തക്കാളി വേനൽക്കാലത്ത് തന്നെയാണ്. ഈ കോഴി ഫാം നടത്തിയതിന് മുമ്പായിരുന്നത് തക്കാളി കൃഷി. നമ്മുടെ തക്കാളി മൂത്ത് വരുമ്പോഴേക്കും തക്കാളിക്ക് ഒരു കൊട്ടക്ക് 10 രൂപയും. അത് പക്ഷെ ഇവിടെ അതിന് 40 രൂപ 50 രൂപ ഇവിടെ കിലോക്ക് വിലയുണ്ടത്. അങ്ങനെ ഞാൻ ഇത് ഇവിടെ കൊണ്ടുവന്നു കുറേ. ഇവിടെ എത്ര കടയെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാനാണ്. അപ്പോൾ വന്നൂർക്ക് മുഴുവൻ തക്കാളിയായിരുന്നു. ആളുകൾ അവസാനം വീട്ടിലേക്ക് വരാണ്ടായി. അവൻ്റെ വീട്ടിൽ പോലെ തക്കാളി ഒന്നും ഇടുന്നുണ്ട്. കാരണം എനിക്കിത് അവിടെ കൊടുക്കാനാണ്. അറിയാവുന്ന കടകളിലൊക്കെ കൊടുത്തയച്ചു ഞാൻ. എന്നിട്ട് തീരുന്നില്ല, ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ മുറ്റത്തിൻ്റെ കൂട്ടിയിട്ടേക്കാണ് തക്കാളി എത്ര ദിവസമൊക്കെ എടുക്കും. അങ്ങനെ തക്കാളി കൃഷി നഷ്ടമായിരുന്നു. പിന്നെ എനിക്കൊരു പൊക്കാളിയുടെ ഫാമിലി, പൊക്കാളിയുടെ പാടത്ത്. പിന്നെ പൊക്കാളി 6 മാസം നെല്ലാണ്, ചെമ്മീനുമാണ്. കാരച്ചെമ്മീൻ എന്ന് പറയും. അങ്ങനെ ഞാൻ കാരച്ചെമ്മീൻ 1 രൂപയൊക്കെ ഒരു നല്ല ടൈമിൽ ഒരു കാരച്ചെമ്മീൻ, ഒരു കാരച്ചെമ്മീൻ്റെ കുഞ്ഞിന് ഏകദേശം ഒരു 20 പൈസയൊക്കെ വരും. 20 പൈസ 15 പൈസ ആ തോതിൽ വരും. അതേപോലത്തെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിടണം. എന്നാലേ വളരെ നിസ്സാരം പിടിക്കുകയുള്ളൂ. അങ്ങനെ കാരക്കുഞ്ഞിനൊക്കെ വാങ്ങിച്ചിട്ട് ഒരു 6 മാസം കൊണ്ട് ഇത് വിളവെടുക്കണം. 6 മാസം കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ പിടിച്ചു നോക്കും. ചെമ്മീൻ വല വെച്ചിട്ട് പിടിച്ചു നോക്കുമ്പോൾ മൂത്തിട്ടില്ലെങ്കിൽ വീണ്ടും അതിനെ അങ്ങോട്ട് തന്നെ വിടും. അങ്ങനെ മൂത്ത് വിളവെടുക്കണതിൻ്റെ പിറ്റാഴ്ച വൈറസ് ബാധ, ചെമ്മീനൊക്കെ പൊന്തി കിടക്കുന്നു. ഇപ്പോഴും അതാണ് അവസ്ഥ.
കാരണം പൊല്യൂഷൻ, ഭയങ്കര പൊല്യൂഷനാണ് ഈ പുഴകളിൽ, ഫാക്ടറിയിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ. അപ്പോൾ ഈ ചെമ്മീൻ കൃഷിയൊക്കെ ഭയങ്കര നഷ്ടമാണ്. അപ്പം ഞാൻ എവിടെയൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ടോ അതൊക്കെ നഷ്ടത്തിലേക്കായിരുന്നു ചാടിയത്. അതാണ് പിള്ളേർ പറഞ്ഞത് പെട്രോൾ കമ്പനി തുടങ്ങി, അപ്പോൾ പെട്രോളിൻ്റെ വില കുറയുമെന്ന്. സത്യമായിരുന്നു. ഞാൻ തുടങ്ങി ചിലപ്പോൾ പെട്രോളിൻ്റെ വില ഇടിഞ്ഞേനെ, രാജ്യം രക്ഷപ്പെട്ടേനെ. കോഴി, പൊക്കാളി, തക്കാളി, ചെമ്മീൻ, വേറെ എന്തൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്? വേറെ ഇവിടെ അലങ്കാര മത്സ്യകൃഷി തുടങ്ങി. ബാക്കിൽ ഇപ്പോൾ കാണാം നിങ്ങൾക്ക്. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. ഒരുപാട് ടാങ്കുകൾ, ലക്ഷക്കണക്കിന് രൂപയുടെ ടാങ്ക് നോക്കിയിട്ട് അലങ്കാര മത്സ്യകൃഷി തുടങ്ങി. അലങ്കാര മത്സ്യകൃഷി തുടങ്ങി വിളവെടുക്കുന്ന സമയമല്ല അത്. അത് ആയിരക്കണക്കിന് മീനുകളാണ് അതിനകത്ത് കിടക്കുന്നത്. 2018 പ്രളയത്തിന് മീനൊക്കെ ഇതിലേക്ക് കഴിഞ്ഞിടക്കുന്നു. നമുക്ക് എടുക്കുമ്പോൾ അവിടെ വരുന്നു, അത് വെള്ളം ഇറങ്ങിപ്പോയപ്പോൾ അങ്ങനെ അലങ്കാര മത്സ്യകൃഷിയും ഗോവിന്ദ. അപ്പം ഞാൻ എന്തെല്ലാം തുടങ്ങിയിട്ടുണ്ട്, എന്ത് തുടങ്ങണം എന്ന് നോക്കിയൊക്കെയാണ്. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ ഒന്നും തുടങ്ങാറില്ല. ഈ പറഞ്ഞ കൃഷികളെല്ലാം ചെയ്തു, ഇതിന് പിന്നിലൊക്കെ ആരെങ്കിലും ഉണ്ടോ, അതോ സ്വന്തം ഐഡിയ തന്നെ? എന്റെ പൊന്നുമോളെ, എന്റെ ഐഡിയ തന്നെയാണിത്. എന്റെ ഐഡിയക്ക് ഇത്ര നഷ്ടം വരുന്നെങ്കിൽ ഒരു പിന്നിലൊരാളുണ്ടെങ്കിൽ എന്തായിരിക്കും എന്റെ നഷ്ടം? ചിലർക്ക് ചിലത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബിസിനസ് പറഞ്ഞിട്ടില്ല. ബിസിനസ് എന്നല്ല, ഇതല്ലാതെ ഞാൻ എന്ത് ചെയ്തിട്ടും ഞാൻ ഓർക്കണം ഇനി എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. നഷ്ടമായിരുന്നു. പിന്നെ അതൊക്കെ മറന്നു കളയുക. ഇതേപോലത്തെ 3 വീഡിയോ ഒക്കെ ആയിരുന്നു എനിക്ക് ഞാൻ ചെയ്ത ബിസിനസിന്റെ ലാഭം മുടക്കി അച്ചുകൂട്ടി. ഇനി എന്തെങ്കിലും ബിസിനസ് ട്രൈ ചെയ്യാമെന്നുണ്ടോ? അയ്യോ ഇല്ല, എന്റെ പിന്നെ ഇല്ല. ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളൊരു ജേണി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു സംഗീതജ്ഞനാവണം, അല്ലെങ്കിൽ പാട്ടിനോടുള്ള ആദ്യത്തെ ഒരു ഇഷ്ടം, പിന്നെയാണ് മിമിക്രിയിലോട്ട് വരുന്നത്. അപ്പോൾ ഈ പാട്ടുകാരനിൽ നിന്ന് മിമിക്രിയിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ പാട്ടുകാരൻ എങ്ങനെ ഒരു മിമിക്രിക്കാരനായി മാറി? പാട്ടുകാരനാവാണെന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ. എന്ത് ചെയ്താൽ ആളാവണം. അത് ചെറുപ്പത്തിലുള്ള ആഗ്രഹമായിരുന്നു. ആളാവണം എന്നുള്ള ഒരു ആഗ്രഹം. അതെ, അത് ഒരു കലാകാരന്റെ ഒരു അംശങ്ങളുണ്ടെങ്കിൽ അതറിയാലോ. നമുക്ക് 4 പേര് ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാവണം എന്നുള്ളത് ആഗ്രഹമാണ്. ഇതെല്ലാവരും ഇപ്പൊ തന്നെ ആങ്കറാക്കിയതും എന്നെ നടനാക്കിയതൊക്കെ ആ ആഗ്രഹത്തിന്റെ പുറത്താണ്. ആഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ആവില്ല. അപ്പൊ ഈ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ആരെങ്കിലും അറിയാവുന്ന 4 പേര് അറിയുന്ന ഒരാളാവുന്ന അതിയായ ആഗ്രഹമുണ്ട്. അപ്പൊ അതിനെന്താണ്? അപ്പൊ നമുക്ക് കൊച്ചു പ്രായമല്ലേ, അറിയാവുന്നതാണ് പാട്ട് പാടിയല്ല. അതിന് വലിയ സംഗീതം പഠിക്കാനൊന്നും അറിയില്ലെന്ന്. അങ്ങനെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിനോട് പാട്ട് എഴുതി വാങ്ങിച്ചു. കൃഷ്ണകുമാർ എന്നാണ് അവൻ്റെ പേര്. പുലേനാർ മണിയമ്മ പൂമില്ല കാവിലമ്മ എന്ന് പറഞ്ഞ പാട്ട് അത് എഴുതി വാങ്ങിച്ച് പിറ്റേ ദിവസത്തെ ഒരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിനെ പാടി ഞാൻ എല്ലാവരും കൂടെ നന്നായി എന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഭയങ്കര ബോറായിരുന്നു ആ പാട്ട്. എല്ലാവരും നന്നായി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഞാൻ വല്ലാത്ത ഇതായി. അതെ, കൺഫ്യൂഷൻ ഒന്നുമില്ല. നല്ല യേശുദാസ്, അടുത്ത യേശുദാസാണ് ഞാൻ. എല്ലാരും പറഞ്ഞു നല്ല നന്നായത്. അത് ഈ കൊച്ചു മനസ്സിനെ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയാണ് എല്ലാവരും പറഞ്ഞു നന്നായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനതുകൊണ്ട് അങ്ങനെ മാനം മുട്ട വളർന്നു അങ്ങോട്ട്. പിന്നെ എവിടെയൊക്കെ മയക്കി വെച്ച് അവിടെയൊക്കെ ഞാൻ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോഴും എന്നെ ആരും ഇത് ചെയ്തില്ല, തടഞ്ഞില്ല. അരുതേ മോനെ, അതെ, ആറ്റിലേക്ക് അറ്റില്ല, ചാറിലെന്ന് ആരും പറഞ്ഞില്ല. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ മത്സരങ്ങളുണ്ടോ അവിടെയൊക്കെ ഞാൻ പേര് കൊടുക്കുക ലളിതഗാനത്തിന്. അന്ന് 2 രൂപയാണ് ലളിതഗാനത്തിന് പേര് കൊടുക്കുക. വലിയ പൈസയാണ്. എൻ്റെയൊക്കെ പണിയൊന്നുമില്ല. അമ്മയുടെ നിന്ന് 2 രൂപ വാങ്ങിച്ചിട്ട്, അമ്മക്കും വലിയ കഷ്ടമാണ്. നമുക്ക് അങ്ങനെ പൈസ ഒന്നും കിട്ടാത്തില്ല. 2 രൂപ ഒപ്പിക്കണമെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടിയാണ്. 2 രൂപ വാങ്ങിച്ചിട്ട് ഞാനിവിടെ കെടാമംഗലം എന്ന സ്ഥലമുണ്ട്, ഒരു ഓണത്തിനാണ്. അവിടെ രാവിലെ ചായ കുടി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പിടിച്ചു വിട്ട് 2 രൂപ കൊടുത്ത് അവിടെ ചെന്നപ്പോൾ പറഞ്ഞ ഉച്ചക്ക് ശേഷമാണ് പറഞ്ഞ മത്സരങ്ങളൊക്കെ ഉച്ചക്ക് ശേഷം, ഈ ലളിതഗാന മത്സരമൊക്കെ ഉച്ചക്ക് ശേഷം. അപ്പൊ അവിടുന്ന് വീട്ടിൽ നിന്ന് വന്ന് തിരിച്ച് ഊണ് കഴിച്ച് തിരിച്ചു വരുമ്പോഴേക്കും 2 മണി കഴിയും. നടന്നു വരണം. ഒരു പാടത്തിന്റെ വരമ്പത്തി കൂടെയൊക്കെയാണ് പോയത്. അങ്ങനെ ഞാൻ അവിടെ നിന്നു. ഉച്ചക്ക് ഊണ് കഴിക്കാൻ, ഓണത്തിന് ഓർക്കണം, ഉച്ചക്ക് ഊണ് കഴിക്കാണ്ട് അവിടെ നിന്ന്
ഉച്ച കഴിഞ്ഞു. അപ്പോൾ അവരൊക്കെ ചോറിനാൻ പോയി. ഞാൻ പൈപ്പിൽ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഗായകൻ യേശുദാസ് ഒരു 3 മണിയായപ്പോഴേക്കും എല്ലാവരും തിരിച്ചു വന്നു. കവിതാപാരായണം ആരംഭിച്ചു. അപ്പോൾ ഒരുപാട് കവിതാപാരായണം ഉണ്ടാവും. ഏതാണ്ടും ഒരു 5 മണിയായപ്പോഴേക്കും ലളിതഗാനം, വിശന്ന് പ്രാണം കത്തിട്ട് പോയി എനിക്ക്. ലളിതഗാനം മത്സരം ആരംഭിച്ചു. ഞാൻ പതിവ് പോലെ ഞാൻ പാടി. പക്ഷെ പ്രൈസ് പിന്നെയും മത്സരങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എനിക്ക് പ്രൈസ് ഉണ്ടല്ല, ആരും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പ്രൈസ് ഇങ്ങനെ കാത്തു നിന്നിട്ട് പ്രൈസ് ഇങ്ങനെ പ്രഖ്യാപിക്കണില്ല. അത് കഴിഞ്ഞിട്ട് നാടകമൊക്കെ ഉണ്ട്. അങ്ങനെ സാംസ്കാരിക സമ്മേളനം, അതിൻ്റെ അവസാനമാണ് പ്രൈസ് പ്രഖ്യാപിക്കണത്. അങ്ങനെ സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞ് പ്രൈസ് പ്രഖ്യാപിച്ചപ്പോൾ എനിക്കൊന്നുമില്ല. നന്നായിട്ട് പാടിയ പിള്ളേർ പ്രൈസ് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ വളരെ ദുഃഖമായിട്ട് നടന്ന്, വിശപ്പ് ഒന്നും കഴിച്ചിട്ടില്ല, നടന്ന് രാത്രി ഒരു 10 മണിയോളമായി. നടന്ന് കുറേ ദൂരം പാടത്തേ കൂടി ഇങ്ങനെ നടന്നു വരികയാണ് ഞാൻ. നടന്ന് കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ശബ്ദം കേട്ടു. പാടത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ സ്ഥലം നമുക്ക് കാണാം, വളരെ ദൂരമാണെങ്കിലും വെലും പ്രദേശമല്ലേ. ലളിതഗാന മത്സരത്തിൽ ഒരു വ്യത്യാസമുണ്ട്. 1ാം സ്ഥാനം കിട്ടിയ കലാരത്തോ 2ാം സ്ഥാനവും ഇന്നത്തെ സലിംകുമാർ ഞാൻ കേട്ടു. അത് സലിംകുമാറാണോ അല്ലെന്നും എനിക്കറിയില്ല. ഒരു കന്നാസോ ഒന്നുകൊണ്ട് അബദ്ധമായിട്ട് എനിക്ക് കേൾക്കാം. ഓടി ഞാൻ ആ പാടത്തേക്കൂടി ഓട്ടാൻ ഞാൻ ഒളിമ്പിക്സിനാണ് എനിക്ക് സ്വർണ്ണ മെഡലായിരുന്നു. ഓടി ഞാൻ അവശതയായിട്ട് ഞാൻ ആ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് ചേട്ടാ അപ്പം മേക്കപ്പ് ചെയ്യണം നാടകത്തിനുള്ള. ഈ ലളിതഗാന മത്സരത്തിന്റെ ബലത്തിൽ മാറ്റമുണ്ടെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞ് ഇതുണ്ട്. അത് 1ാം സമ്മാനം കിട്ടിയ ആളല്ല, 2ാം സമ്മാനം കിട്ടിയ ബഷീറാണ് 1ാം സ്ഥാനം. മാർക്ക് കൂട്ടിയിട്ട് തെറ്റിപ്പോയതാ. മറ്റവൻ 2ാം സ്ഥാനക്കാരൻ 1ാം സ്ഥാനക്കാരനാണ്. അപ്പൊ ബഷീർ എന്നുള്ള ഞാൻ അവിടെ കേട്ടത് OU ബഷീർ എന്ന അവന്റെ പേര്. എന്റെ മുഴുവൻ ഇതിൽ ഞാൻ സലിംകുമാർ എന്നാണ് കേൾക്കണത്. അങ്ങനെ OU ബഷീർ, ആ OU ബഷീറാണ് ഇപ്പോഴത്തെ മാപ്പിളപ്പാട്ട് ഗായകനും മൈലാഞ്ചി പാട്ടൊക്കെ പറഞ്ഞ OU ബഷീർ എന്ന് വെച്ചാൽ അവൻ പറവക്കാരനാണ്. അങ്ങനെ പിന്നെ ഞാൻ നിർത്തിയില്ല. ഇതെന്തോ ജഡ്ജസ് തമ്മിൽ ഒത്തുകളിയാണെന്ന് വെച്ചിട്ട് ഞാൻ ഈ പാട്ട് നിർത്തിയില്ല. അവസാനം ഞാൻ സ്കൂളിൽ പാടിയപ്പോൾ ടീച്ചർ പറഞ്ഞു സഹിക്കാൻ പറ്റില്ല മോനെന്ന് പറഞ്ഞു. സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ സങ്കടം എനിക്ക്. കാരണം ഇത്രയും നാൾ കെട്ടിപ്പോയൊക്കെ കോട്ടയാണ് തകർന്ന്. അന്ന് ഞാൻ മിമിക്രി ചെയ്യും, അധികം സീരിയസ് ആയിട്ട് ചെയ്യില്ല, തമാശക്ക് ചെയ്യൂലേ, വെറുതെ ഇരിക്കൂലേ. അന്നേരത്തൊക്കെ നന്നായിട്ട് മിമിക്രി ചെയ്യും, സ്റ്റേജിൽ കയറ്റി പാട്ടും പാടും. അപ്പൊ ടീച്ചറുണ്ട് നീ നന്നായിട്ട് മിമിക്രി ചെയ്യുന്നില്ലേ, അത് ചെയ്തു നിനക്ക് എന്തിനാണ് അറിയാൻ പാടാത്ത പണിക്ക് പോണത്. അങ്ങനെയാണ് ഞാൻ മിമിക്രി ചെയ്യാന്ന് തീരുമാനിക്കുന്നത്. അപ്പോഴും ചെയ്തില്ല. പിന്നീടും വർഷങ്ങൾക്ക് ശേഷമാണ് മിമിക്രിക്കാരനായിട്ട് മാറിയത്. ഇപ്പൊ ഈ പറഞ്ഞ കഥ ഹൈസ്കൂൾ കാലഘട്ടമായിരുന്നോ? ഹൈസ്കൂൾ കാലഘട്ടം. അപ്പൊ ചെയ്തിരുന്നു ഹൈസ്കൂൾ കാലഘട്ടം. അപ്പൊ 8ാം ക്ലാസ് പഠിക്കുമ്പോ ഇപ്പൊ ഈ തമാശക്ക് മിമിക്രി ചെയ്ത് തുടങ്ങുമായിരുന്നല്ലോ. അപ്പൊ അത് ഏതൊക്കെ ആൾക്കാരെ അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു? ബാലേന്ദ്രമേനോൻ, PK എബ്രഹാം, PK എബ്രഹാം, ബാലേന്ദ്രമേനോൻ, പൂജപ്പുര രവി എന്നൊക്കെ പറഞ്ഞ ജഗദീഷ്. ജഗദീഷൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് വന്നത്. ബാലേന്ദ്രമേനോനാണ് എന്റെ സൂപ്പറായിരുന്നത്. മെയിനായിട്ട് ഫാൻസ് ഉണ്ടായിരുന്നു. ബാലേന്ദ്രൻ വെച്ചാൽ ഭയങ്കരമായിരുന്നല്ലോ. ഞാൻ എന്റെ ബുക്കിലൊക്കെ എഴുതുമായിരുന്നു സലിംകുമാർ KGK മേനോനെന്ന്. ബാലേന്ദ്രൻ വെറുതെ പുസ്തകത്തിൽ എഴുതി നോക്കും ഞാൻ. ബാലേന്ദ്രനുള്ള ആരാധന മൂത്തിട്ട്. അതുപോലെ തന്നെ കൗണ്ടറുകൾ കുറെ കിട്ടിയിട്ടുള്ളത് അമ്മയുടെ അടുത്ത് നിന്നാണെന്ന് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പം അമ്മയുടെ ഓർമ്മകൾ എങ്ങനെ, ഈ കൗണ്ടറൊക്കെ വരുന്നതും പോകുന്നതും ഒക്കെ ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാ? ഈ കൗണ്ടർ നമുക്ക് ഇപ്പോ അന്നേരത്ത് പറഞ്ഞ കൗണ്ടർ നമുക്ക് പിന്നീട് ഒരാൾ പറയാൻ പറ്റില്ല, നമുക്ക് ചിരി വരും ആ സമയത്ത്. കൗണ്ടറിന്റെ പ്രത്യേകത അതാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ആ സമയത്ത് ഇരിക്കും നമ്മളത് ഓർത്ത് ചിരിക്കും. അതെ, നമ്മളത് ഓർത്ത്. അത് പറഞ്ഞ് ബലിപ്പിക്കാൻ പറ്റില്ല. കൗണ്ടർ നമുക്കൊരാൾ പറഞ്ഞ് ബലിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അമ്മതാണ് നമ്മള് ഇത് പഠിച്ചു വെച്ചൊരു തമാശയാണ്. ഞാനൊരു തമാശ പറയാന്ന് പറഞ്ഞിട്ട് ഒരു തമാശ പറയുകയാണെങ്കിൽ നമുക്കത് ഒരാളോട് പറയാം ചെന്നിട്ട്. പക്ഷെ ഈ കൗണ്ടർ എന്ന് പറയുന്ന സംഭവത്തിൽ നമുക്ക് ഒരാൾ പറയാൻ പറ്റില്ല. അതിന് കഴിവ് വേണം. ഓൺ സ്പോട്ടിൽ വരുന്നില്ലേ, ആ ഡയലോഗിന് കൗണ്ടറായിട്ട് തന്നെ വരുന്നതാണ്.
അതിന് ചിരി വന്നെങ്കിൽ അതിനൊരു ദൈവ തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതേപോലത്തെ ഉള്ള ഒരു എക്സ്ട്രാ പവർ തന്നെ വേണം അതിന്. അപ്പൊ അമ്മയെന്നാണ് ഇങ്ങോട്ട് കിട്ടിയത്. അതെ അതെ. നിങ്ങൾ തമ്മിൽ കൗണ്ടേഴ്സും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്? അല്ല, നമ്മളൊന്നും നിൽക്കൂല അടുത്ത്, ഇല്ല. നമ്മളൊന്നും നിൽക്കില്ല. എന്ത് പറഞ്ഞാലും കൗണ്ടർ ഉണ്ട്, അതല്ലേ. ഓ, അത് എവിടെ നിന്ന് വരും നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഓർമ്മയുണ്ടോ അങ്ങനത്തെ പറഞ്ഞ് ഒത്തിരി ചിരിച്ചിട്ടുള്ളതോ? സംസാരിക്കുന്ന ഇടയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അത് ഓക്കെ. ഓർത്ത് വെക്കാൻ പോയാൽ നമ്മൾ ഒരു പുസ്തകം എടുത്ത് എഴുതേണ്ടി വരും. ഇന്ന സംസാരത്തിൽ സംസാരിക്കുന്നു.